ഛേ, ഉപ്പുമില്ല മുളകുമില്ല. എടി രാധേ, ഇതെങ്ങനെ കഴിക്കോടി? നിനക്കൊരു ഉണക്കമീൻ ചുട്ടെങ്കിലും കൊണ്ടുവരുന്നില്ലേ? ഉപ്പും മെഴുക്കും ഒന്നും തുടരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഓ, തുടരുന്നേ പറഞ്ഞിട്ടുള്ളൂ. കഴിക്കാം. ഉപ്പും മുളകും കൊഴുപ്പും കഴിച്ചിട്ടാണോ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ ചാവണേ? ഡോക്ടർമാർ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ചുമ്മാ പറഞ്ഞു പേടിപ്പിച്ചിട്ട് ഡോക്ടർമാർക്ക് എന്ത് കിട്ടാനാ? എടി മണ്ടി, ഇവര് സകല ആളുകളോടും ഉപ്പ് കൂട്ടരുത്, മുളക് കൂട്ടരുത്, മീനും ഇറച്ചിയും മുട്ടയും 7 അയൽവക്കത്ത് കണ്ടുപോരുത്, കള്ളു കുടിക്കരുത്, ബീഡി വലിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിതൊക്കെ അടിക്കുക. ഇവർക്ക് ഇതിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവരുത്. അതിനല്ലേ മറ്റുള്ളവരൊന്നും ഉപയോഗിക്കരുതെന്ന് പറയണത്. ആ വന്നൂലോ. എന്താ ഇങ്ങോട്ട് പോന്നേ? ആശാന് സുഖമില്ലാണ്ട് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, അങ്ങനെ തന്നെയുണ്ട്. ആരോ എന്തോ പറഞ്ഞു. വണ്ടിയും ചരക്കും ഒക്കെ ഇട്ടിട്ട് പോന്നു അല്ലേ? അല്ല, ചരക്കും കൊണ്ട് രവി പോയി. ആ, നല്ല ആളാ രവി. എടാ, നിന്നെ ഞാൻ ഇങ്ങനെയാ പഠിപ്പിച്ചിരിക്കണേ. ഈ വളയം പിടിക്കലേ ദൂക്കിലി പണിയൊന്നുമല്ല. സത്യവും നീതിയും ഉത്തരവാദിത്തമുള്ള പണിയാ. എന്നിട്ട് അത് ഒന്നുമില്ലാത്ത ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഓടി പോന്നിരിക്കുക. ആശാന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പിന്നെ മനസമാനത്തോടെ എനിക്ക് വളയം പിടിക്കാൻ പറ്റുമോ ആശാനെ? അതെനിക്ക് സൂക്കനുണ്ടെങ്കിലല്ലേ. 2 ദിവസം മുമ്പ് എനിക്കൊരു ചെറിയ നെഞ്ചുവേനുണ്ടായി. എന്റെ പൊട്ടത്തരത്തിൽ ഞാനതുകൊണ്ട് പറയുകയും ചെയ്തു. പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി. രാത്രിക്ക് രാത്രി ഇവിടെ കൊണ്ടിടുകയും ചെയ്തു. അച്ഛൻ വെറുതെ പറയാ. രാത്രി ഊണ് കഴിക്കാൻ വിളിക്കാൻ ചെന്നപ്പോ നെഞ്ചുവേദന വന്നിട്ട് മിണ്ടാൻ പറ്റാതെ കിടക്ക. നെഞ്ചും പൊത്തി പിടിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് മിണ്ടുന്നുമില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ തന്നെ അത് മാറിയല്ലോ. അതിനിപ്പൊ നീ എന്തിനാ കരയണേ? ഇപ്പൊ എനിക്ക് യാതൊരു അസുഖമില്ല സീതര. ഇന്നലെ വേണി പൊക്കളാൻ പറഞ്ഞ ഡോക്ടർ ഇവളക്കാ നിർബന്ധം എന്നെ ഇവിടെ പിടിച്ച് കിടത്താൻ. സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഏയ്, സംസാരിച്ചില്ല. പിന്നെ വേദന ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. വേണമെങ്കിൽ ഇന്ന് തന്നെ പോകാം. വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കണം. എടുക്കോ? ആ, കുറെ കാലമായിട്ട് റെസ്റ്റ് തന്നെയാ. ഡോക്ടർ പോളിത്തോപ്പലിന്റെ വീട്ടിലെ ഡ്രൈവറാണെന്ന് പറഞ്ഞതോ? അതൊക്കെ ഒരു ജോലിയാണോ ഡോക്ടർ? റെസ്റ്റാ. ഈ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കണം, തിരിച്ചു കൊണ്ടുവരണം. പിന്നെ കൊച്ചമ്മയ്ക്ക് ഒന്ന് ചന്തയിൽ പോകണം. കഴിഞ്ഞു ജോലി. ബോംബെന്നും കൽക്കട്ടയെന്നൊക്കെ ഒറ്റയ്ക്ക് ചരക്ക് വണ്ടിയും കൊണ്ട് വന്നിട്ടുള്ളവനാ ഞാൻ. അത് പണ്ടല്ലേ. ഇടയ്ക്ക് വരുന്ന നെഞ്ചുവേദന നിസ്സാരാക്കി തള്ളരുത്. വളരെ സൂക്ഷിക്കണം. അറ്റാക്ക് കഴിഞ്ഞാൽ ഓർമ്മ വേണം. ഗോവിന്ദൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി കാണണം. ഓ, കാണാം. ഈ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് യുവമാരൊക്കെ വെറുതെ പേടിപ്പിക്കുക. വെറുതെ നിന്നിട്ട് തന്നെ എല്ലാവരും മരിക്കണേ. ആ, ആശാൻ എന്താ ആലോചിക്കണേ? അല്ല, ഈ മനുഷ്യന്മാരുടെ കാര്യം ആലോചിച്ചാൽ നല്ല തമാശയാ. കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ചതിച്ചും കൊന്നും എന്തൊക്കെ ഉണ്ടാക്കണു. നെഞ്ചിന്റെ പടപ്പ് നിന്നാ കഴിഞ്ഞില്ലേ? മരണം വന്ന് വിളിച്ചാ ഇപ്പൊ വരാൻ പറ്റില്ല, ഒരു 5 കൊല്ലം കൂടി കഴിയട്ടെ എന്ന് പറയാൻ പറ്റുമോ? ആശാൻ ഇപ്പൊ എന്തിനായി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കണത്? ഇനി ഒരു നെഞ്ചുവേദന വന്നാ ഞാൻ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? നീ ഇവിടെ എഴുന്നേറ്റ് വാ, എന്റെ അടുത്ത് വന്നിരിക്കും. ശ്രീധര, മരിക്കാൻ പേടിണ്ടായിട്ടല്ല. രാധയുടെ കല്യാണം കൂടി ഒന്ന് കഴിഞ്ഞ് കാണണം. നമുക്കത് ആലോചിച്ച് ഉടനെ നടത്താം. ഞാനിത് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് 3-4 കൊല്ലായി. നിനക്ക് സമ്മതാണോന്ന് അറിഞ്ഞാ മതി. എനിക്ക് പിന്നല്ലാണ്ട് ആർക്കാ? നീ അത് ഇങ്ങോട്ട് ചോദിക്കുന്നു വിചാരിച്ചിരിക്കുന്നു. ഞാൻ ഒരു കുടുംബമായിട്ട് കഴിയുന്നുള്ള വിചാരം എപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ. ചോറ് വിളമ്പട്ടെ അച്ഛാ? വായിൽ വെച്ച് കൂട്ടാൻ പറ്റുമല്ലോ ഉണ്ടോ? ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അച്ഛന്? എനിക്കല്ലടി, ശ്രീധരന്. അവന് ഉപ്പും മുളകൊന്നും ഒരു കുഴപ്പമില്ല. സാമ്പാറും മോരും ഉണ്ട്. ശ്രീധരേട്ടൻ കൈ കഴുകുക. ആശാൻ കഴിക്കും. എനിക്കിപ്പോ വേണ്ട. എനിക്കൊന്ന് കുളിക്കണം. ഈ കുപ്പായൊക്കെ ഒന്ന് മാറ്റണം. എന്നാ വേഗം കുളിച്ചിട്ട് വാ. അല്ല, ഞാൻ വൈകുന്നേരം വരാം. ശ്രീധരേട്ടാ, ചോറ് ഞാൻ പാത്രത്തിലാക്കി തന്നുവിടാം. കുളി കഴിഞ്ഞ് മുറി കൊണ്ടേ കഴിച്ചോളൂ. വേണ്ടടി.